വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പത്മയിൽ വന്നിരിക്കുകയാണ്. മോളിവുഡ് ടൈംസ് എന്ന സിനിമ കാണാൻ 4:45 ഷോ. മോളിവുഡ് ടൈംസ് ഫ്രം ദ ഡയറക്ടർ ഓഫ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അഭിനവ് സുന്ദർ നായക്. അപ്പോൾ സിനിമ കണ്ടതിന് റിവ്യൂ ഇടുവാണ്. ഇപ്പോൾ കാറിൽ തന്നെ വീഡിയോ ഇടുമെന്ന് വിചാരിച്ചു. അപ്പം സിനിമ എങ്ങനെയുണ്ട് പറയാൻ എനിക്ക് 2 തരം രീതിയിലാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ഒന്ന്, ഈ സിനിമ ഈ സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന പ്രമേയമായിട്ട് എത്തുന്ന ഈ സിനിമ എല്ലാ സിനിമാ പ്രേമികൾക്കും ഒരുപോലെ വർക്കാവും, അതുപോലെ വളരെ റിലേറ്റ് ചെയ്യുന്നൊരു പടമായിട്ട് തന്നെ തീർച്ചയായിട്ടും പറയാം. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഗംഭീര പടമാണ്, എന്നാൽ അത്രയും വലിയ മോശം പടമൊന്നും ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും അതുപോലെ എക്സിക്യൂഷൻ വർക്കും അതുപോലെ മേക്കിംഗ് ടെക്നിക് സൈഡും ഒക്കെ പതിവ് പോലെ മികച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ ജെയ്സ് ബിജോയിൻ്റെ മ്യൂസിക്കും ബീജും ഒക്കെ അത് പതിവ് പോലെ മികച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ നസ്ലൈൻ്റെ പെർഫോമൻസും പിന്നെ കൂടാതെ സംഗീത പ്രതാപും ഷറഫുദ്ദീൻ പിന്നെ ഒട്ടേറെ പിന്നെ ആവേശം എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു മച്ചാനുണ്ട്, ശാന്തൻ എന്ന ക്യാരക്ടറിൽ, പുള്ളിക്കാരനും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ മറ്റേ കുറേ പിന്നെ ഒട്ടേറെ നല്ല ക്യാമിയോസൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. ഒക്കെ എല്ലാവരും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യ പകുതി പറയാൻ എനിക്ക് വളരെ കിടിലൻ ആദ്യ പകുതി എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഫൺ കോമഡി, അതുപോലെ സിനിമ ഈ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കുറേ സിനിമകളൊക്കെ അതിനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമ ആ കണ്ടന്റ് വളരെ എക്സിക്യൂട്ട് രീതിയിലാണ് വളരെ എക്സിക്യൂട്ട് എടുത്തെന്ന് തികച്ചും പറയാം. അഭിനവ് സുന്ദർ നായക് എന്ന ഡയറക്ടർ ഇവിടെ ഈ കണ്ടന്റ് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചെന്ന് പറയാം. അതുപോലെ ഈ സിനിമാ നമ്മുടെ ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിനിമാ ലോകത്തിൻ്റെ ശരിയായ മുഖം എന്താണെന്ന് അത് വളരെ പച്ചയായിട്ട് കാണിച്ചു തന്ന ഒരു സിനിമ. ആ ഒരു റിയാലിറ്റി നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളത് ഉറപ്പായിട്ടും അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തികച്ച് തിയേറ്റർ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പടം തന്നെ ആയിരിക്കും പറയാം മോളിവുഡ് ടൈംസ് എന്ന സിനിമ. ഇതൊരു സത്യം പറഞ്ഞാൽ നസ്ലൈൻ ഒരു നമ്മളെപ്പോലെ അല്ല, ഒരു ഫിലിം മേക്കർ ആവണമെന്നൊരു ഒരു ടീനേജ് ഉള്ള പ്രായത്തിൽ തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന പ്രഷറും അതുപോലെ അനുഭവിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കണ്ടിരിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ. പ്രത്യേകിച്ച് ഈ മൂവീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടം എന്ന് പറയാം മോളിവുഡ് ടൈംസ് എന്ന സിനിമ. അതുപോലെ അഭിനവ് സുന്ദർ നായക്, അതിൻ്റെ സിനിമ ഡയറക്ടർ, പുള്ളിയുടെ മുമ്പത്തെ സിനിമ പോലെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഡാർക്ക് കോമഡി ആയിരുന്നു ആ സിനിമ. അതെങ്ങനെ എടുത്ത് അതുപോലെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മോളിവുഡ് ടൈംസ് ഒരുക്കിയിരിക്കുന്നത്. ഓവറോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒരു തിയേറ്റർ തന്നെ കണ്ടിരിക്കാം, വാച്ചബിൾ മൂവി എന്ന് പറയാം. പക്ഷേ ഇത് എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണമെന്നില്ല. ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ, അത്രേ ഉള്ളൂ. അപ്പോൾ സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. അപ്പോൾ മോളിവുഡ് ടൈംസ് എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ സിനിമ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒട്ടേറെ നല്ല റെസ്പോൺസൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോയി ടിക്കറ്റ് എടുത്ത് പോയി കാണാം തിയേറ്ററിൽ. എന്തായാലും ഈ മഴക്കാലത്ത് എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാം. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സിനിമ ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു പടം എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് വരാം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വലാൻ.